ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കളമശ്ശേരിക്ക് വളരെ അടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കൂടാതെ കളമശ്ശേരി ജുഡീഷ്യൽ സെറ്റിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറി 4 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ 92 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇനി നമുക്ക് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. റോഡ് വരുന്നത് പഞ്ചായത്തിൻ്റെ 6 മീറ്റർ ആയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ടാർ റോഡിൽ നിന്ന് നമുക്ക് 5 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർലോക്ക് കട്ടകളൊക്കെ പാകിയിട്ടുള്ള 5 മീറ്റർ ആയിട്ടുള്ള റോഡാണ് നമുക്ക് വരുന്നത്. കൂടാതെ നമുക്ക് മതിലുകളൊക്കെ അത്യാവശ്യം നല്ല ഡസ്റ്റർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് മതിലുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് വരുന്നത് നമുക്ക് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള CNC കട്ടിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 2 വണ്ടിയോളം പാർക്ക് ചെയ്യാം. വലിയ വാഹനം 2 പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ബോർഡറൊക്കെ ഗ്രാനൈറ്റ് ഒട്ടിച്ച് നല്ല ഡബിൾ ഇതിലൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് നമുക്ക് വരുന്നത് നല്ല വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ള രീതിയിൽ ഒറ്റപ്പാളിയിൽ തിരുത്താൻ നല്ല തേക്ക് മരത്തിൽ നിർമ്മിച്ച നല്ല ഡിസൈനിലോട് കൂടിയ ഫ്രണ്ട് ഡോറായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ള രീതിയിലാണ് ലിവിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ലിവിങ് സ്പേസിൻ്റെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയുള്ള ഡിസൈനിലായിട്ട് നമുക്കത് മനോഹരമായ TV യൂണിറ്റും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഇടയിലുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഫാൾസീലും വർക്കുകളും ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഫാൾസീലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് കിടക്കുന്ന എൻട്രിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ സ്ക്വയറിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗ്ലാസ്സൊക്കെ അതിനകത്ത് ഫിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 6-7 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ അവിടെ സൈഡിലേക്ക് മാറ്റി നമുക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ഗ്ലാസും നമുക്കിവിടെ ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് മറ്റേ ഇൻവെർട്ടറൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള പൊസിഷനും നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ എൻട്രിയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ആംഗിൾ ലൈറ്റിനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ആംഗിൾ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചൺ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കബോർഡ് വർക്കുകളൊക്കെ നല്ല 3 സ്റ്റെപ്പുകളായിട്ട് നല്ല അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും നമുക്ക് ഈ കിച്ചണിലും വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി, വാഷ് ബേസിൻ ഇവിടെ വച്ചിട്ടില്ല, വാഷ് ബേസിൻ നമുക്ക് വെക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ 2 ബെഡ്റൂമും താഴെയുള്ള 2 ബെഡ്റൂമുകളും നൽകിയിരിക്കുന്നത്. ടൈലുകളൊക്കെ നല്ല അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല ഒരു ഗ്ലാസ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള നല്ല വാൾഡ്രോബ്സുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല, അത് പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ്. ബെഡ്റൂമിലൂടെ 2 ബെഡ്റൂം താഴെയുള്ള 2 ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്ക് നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണികളൊക്കെ തീരുന്നതേ ഉള്ളൂ, അത് പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ വരുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റാണ്. ബോർഡറൊക്കെ ഗ്രാനൈറ്റ് ഒടിച്ച് നല്ല ഡിസൈനിലാണ്
നമുക്ക് ഗ്രാനൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് നല്ല ടഫ്ലോൺ ഗ്ലാസുകളും കൂടാതെ വുഡിൻ്റെ പാനലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല ഗ്ലാസ് വിൻഡോയും നമുക്ക് വരുന്നുണ്ട്. വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ ഗ്ലാസ് വിൻഡോയും നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പർ ലെവൽ ഏരിയ മുകളിൽ എത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നമ്മൾ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള TV യൂണിറ്റും നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് കബോർഡ് വർക്ക് നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഫാൾസിലും വർക്കുകളും അപ്പർ ലിവിംഗ് ഏരിയയിലും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. മുകളിൽ 2 ബെഡ്റൂമുള്ളൂ, പക്ഷേ എങ്കിൽ തന്നെ നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂമുകൾ രണ്ടും നൽകിയിരിക്കുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, അത് കംപ്ലീറ്റ് ആക്കി നമുക്ക് ക്ലിയറാക്കി നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ വരുന്നത്. നമുക്ക് സൈഡിലൊക്കെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള ഗ്രില്ലുകളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷനും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ ഇത് കോൺക്രീറ്റിലാണ് നൽകിയിരിക്കുന്നത്, ഷീറ്റല്ല അവിടെ സ്പേസിനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത്. ബാൽക്കണിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടഫ്ലോൺ ഗ്ലാസുകളും കൂടാതെ SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം ഫാൾസിലും വർക്കുകളും നമുക്ക് ബാൽക്കണിക്കുമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. കളമശ്ശേരിക്ക് വളരെ അടുത്ത്, കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ 4 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. വില തികച്ചും നമുക്ക് നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.